السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 89. മുന്തിച്ച് ജംആക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് ആദ്യം നിസ്കരിക്കുന്നത് ഒന്നാമത്തെ നിസ്കാരമായിരിക്കണം എന്നുള്ളത്. അഥവാ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം നിസ്കരിക്കേണ്ടത് ളുഹറാണ്, അസറല്ല. ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം നിസ്കരിക്കേണ്ടത് മഗ്രിബാണ്, ഇശാ അല്ല. കാരണം അന്നൽ വഖ്ത ലഹ, ഈ സമയം ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയമാണല്ലോ. രണ്ടാമത്തെ നിസ്കാരം വസാനിയത്തു തബഉല്ലഹ, ഒന്നാമത്തെ നിസ്കാരത്തിനെ തുടർന്ന് അതിനെ പിന്തുടർന്ന് വരുന്ന നിസ്കാരമാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം അതിൻ്റേതാണ് സമയം. അതുകൊണ്ട് തന്നെ സമയം ഏതിൻ്റേതാണോ അതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം ളുഹർ തന്നെ നിസ്കരിക്കണം. ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജംആക്കുമ്പോൾ ആദ്യം മഗ്രിബ് തന്നെ നിസ്കരിക്കണം. അത് ജംആക്കി നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരം സ്വഹീഹാവാനുള്ള ഷർത്താണ്. അപ്പോൾ പിന്നെ ഒരാൾ രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങിയാലോ, അസ്ർ നിസ്കാരം ആദ്യം നിർവഹിച്ചു, അല്ലെങ്കിൽ ഇശാ നിസ്കാരം ആദ്യം നിർവഹിച്ചു, ഇങ്ങനെ രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരം ബാത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഫർളായി വീടുന്നില്ല. എന്നാൽ അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിസ്കരിച്ചതെങ്കിൽ ആ നിസ്കാരം സുന്നത്തായിട്ട് പോലും പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതേസമയം വിവരമില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഒന്നാമത്തെ നിസ്കാരം കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നത് മറന്നുകൊണ്ടോ ഒക്കെയാണ് രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങിയതെങ്കിൽ ആ നിസ്കരിച്ച നിസ്കാരം കേവലം ഒരു നിരുപാധിക സുന്നത്തായി വീടും എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് വേണം തുടങ്ങാൻ. ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് തുടങ്ങൽ ഷർത്താണ് എന്ന് വരുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് വരുന്ന മറ്റൊരു വിഷയമാണ്, ഒരാൾ ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്, പക്ഷേ ഒന്നാമത്തെ നിസ്കാരവും രണ്ടാമത്തെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യമായി ഒന്നാമത്തെ നിസ്കാരം സ്വഹീഹായിരുന്നില്ല. ഏതെങ്കിലും ഫർദിലോ അല്ലെങ്കിൽ ഷർത്തിലോ ഒക്കെ ഭംഗം വന്നതുകൊണ്ട്, തകരാറ് സംഭവിച്ചതുകൊണ്ട് ഒന്നാമത്തെ നിസ്കാരം സ്വഹീഹായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് രണ്ടാമത്തെ നിസ്കാരവും ഫാസിദാണ് എന്ന് വരും, സ്വഹീഹല്ല എന്ന് വരും. കാരണം എന്താണ്? രണ്ടാമത്തെ നിസ്കാരം ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ ശേഷമല്ലല്ലോ ഉണ്ടായത്. ഒന്നാമത്തെ നിസ്കാരം സ്വഹീഹായ നിലക്ക് നടക്കാത്തത് കൊണ്ട് രണ്ടാമത്തെ നിസ്കാരം സ്വഹീഹാവാൻ തരമില്ല. അപ്പോൾ
ആ രണ്ടാമത്തെ നിസ്കാരം കേവലം ഒരു സുന്നത്തായി മാത്രമേ അവിടെ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു നിസ്കാരം അതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് അറിയാതെയോ മറ്റോ ഒക്കെ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് കേവലം ഒരു സുന്നത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനം നൽകുന്നത് പോലെ ഈ രണ്ടാമത്തെ നിസ്കാരത്തിന് കേവലം ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഫർളായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയം ആയിട്ടില്ലല്ലോ. ഒന്നാമത്തെ നിസ്കാരം സഹീഹായി നടക്കണ്ടേ. ഒന്നാമത്തത് സഹീഹായി സംഭവിക്കാത്തതുകൊണ്ട് രണ്ടാമത്തേതിന് പരിഗണിക്കപ്പെടുകയില്ല. ചുരുക്കത്തിൽ മുന്തിച്ച് ജമാക്കുമ്പോൾ ഏത് നിസ്കാരത്തിൻ്റെ സമയമാണോ ഇത്, ആ നിസ്കാരം ആദ്യം സ്വഹീഹായ നിലക്ക് നടന്നിരിക്കണം. എന്നാൽ മാത്രമേ രണ്ടാമത്തെ നിസ്കാരം അതിനെ തുടർന്നുകൊണ്ട് നിർവഹിക്കുമ്പോൾ അത് സ്വഹീഹാവുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.